സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി സുജാതയ്ക്ക് വേറെ നിവൃത്തിയില്ലെങ്കിലും കൺമണിയോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടാക്കാൻ സുജാത തയ്യാറല്ല. ഇനി കൺമണിയോട് താൻ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ താൻ വെറും വണ്ടിയായി പോകുമെന്നും ആ പെണ്ണിൻ്റെ മുൻപിൽ താഴ്ന്നു പോകുമെന്നും സുജാത ചിന്തിക്കുന്നുണ്ട്. സുജാത നല്ലൊരു സ്ത്രീയാണെങ്കിലും മകൻ്റെ കാര്യം വരുമ്പോൾ അവർ വെറും സ്വാർത്ഥതയോടെയാണ് ചിന്തിക്കുന്നത്. ബലരാമൻ കരുതുന്നത് തൻ്റെ അമ്മയുടെ മനസ്സ് മാറിയെന്നും അവരിപ്പോൾ കൺമണിയെ സ്നേഹിക്കുന്നുണ്ടെന്നുമാണ്. നേരത്തെ കൺമണിയോട് മിണ്ടുകയോ മുഖത്ത് പോലും നോക്കുകയോ ചെയ്യാതിരുന്ന സുജാത ഇപ്പോൾ കൺമണിയുടെ മുഖത്ത് നോക്കുകയും ചീത്ത പറയാനാണെങ്കിലും മിണ്ടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ള മാറ്റം മാത്രമാണ് കേട്ടോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൻ്റെ മകനെ വലവീശി പിടിച്ചിരിക്കുന്ന ഈ ധൂമകേതു ഈ വീട്ടിൽ വന്നാൽ സകലതും തൻ്റെ കുടുംബമടക്കം നശിക്കും. അതൊന്നും സാഗറിനും കൃഷ്ണനും ബലരാമനും ഒന്നും മനസ്സിലാകുന്നുമില്ല. തൻ്റെ മനസ്സിലെ ആദ്യമൊക്കെ തന്നെയാണ് കേട്ടോ സുജാത വിചാരിച്ചു കൂട്ടുന്നത്. ആദ്യം അലികിയായിരിക്കും ഇവൾ കൈവശപ്പെടുത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കുമായിരിക്കും. എൻ്റെ മകൻ്റെ ജീവിതം അപ്പോൾ പൂർണ്ണമായിട്ടും നശിക്കുമോ എന്നുള്ള സങ്കടമൊക്കെയാണ് സുജാതയ്ക്കുള്ളത്. താൻ കൈപിടിച്ച് മരുമകളാക്കാൻ കൊതിച്ചിരുന്ന താൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന മാനസ കാരണമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ള തിരിച്ചറിവിനുള്ള വിവരമൊന്നും സുജാതയ്ക്കില്ല. മാനസയുടെ സോപ്പിടുന്ന രീതിയിലുള്ള വർത്തമാനം കേട്ടിട്ടാണ് മനസ്സ് കൂടുതൽ ഇളകുന്നത് സുജാതയുടെ. എന്തായാലും കൺമണി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവളെ ഇട്ട് പെടാപ്പാട് പെടുത്തും എന്ന് ഉറപ്പാണ്. അങ്ങനെ ഭാഗ്യശ്രീ എന്ന് സുജാതയെക്കുറിച്ചും ബാലുവിനെക്കുറിച്ചുള്ള പരാതി ഭാഗ്യശ്രീ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ ബലരാമൻ അവരുടെ അടുത്ത് എത്താണ്. ബലരാമനുള്ളപ്പോൾ കൺമണിയെയും കൃഷ്ണയെയും ഒന്ന് തൊടാൻ പോലും അവർ പേടിക്കണം. അതുകൊണ്ട് ബലരാമനെ ഇല്ലാതാക്കുക തന്നെയായിരിക്കും സുമിത്രയുടെ ആദ്യത്തെ നീക്കം. സുമിത്രയ്ക്ക് തക്ക താക്കീത് ബലരാമൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബലരാമനോട് കട്ടയ്ക്ക് എതിർത്ത് പറഞ്ഞെങ്കിലും ബലരാമനെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് സുമിത്രയ്ക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചതിയിലൂടെ ബലരാമനെ ഇല്ലാതാക്കാനായിട്ട് സുമിത്ര ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും മാനസ അവളുടെ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാനസ ഉടൻ തന്നെ വരുണിനെ വിളിച്ച് കൺമണിയുടെയും കൃഷ്ണൻ്റെയും വിവാഹം നിശ്ചയിച്ച് ഡേറ്റ് ഒന്ന് കുറിച്ച് വെച്ചേക്കാനൊക്കെ പറയുന്നുണ്ട്. വരുണാണെങ്കിൽ അത് കുറിച്ച് വെക്കുന്നു. പക്ഷേ അതിരിക്കട്ടെ, ആ ദിവസത്തിന് എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വരുൺ. അത് കേട്ട് ഇത് കൺമണിയുടെയും കൃഷ്ണൻ്റെയും വിവാഹം നിശ്ചയിച്ച ദിവസമാണെന്നും അത് ഒരിക്കലും നടക്കാൻ പാടുന്നില്ലെന്നും അത് എങ്ങനെയെങ്കിലും മുടക്കണമെന്നും അതിനവരെ കൊല്ലണമെങ്കിൽ അതും ചെയ്യണമെന്നും വരുൺ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ മാനസ വരുണിനോട് പറയുന്നു. ഇല്ല മാനസ, ഒരിക്കലും നടക്കില്ല ഈ കല്യാണം. കൺമണിയെ എനിക്ക് വേണം, അത് കഴിഞ്ഞ് തീർക്കും എല്ലാത്തിനെയും പറയുന്നുണ്ട് വരുൺ. എന്തായാലും കൺമണിയുടെയും കൃഷ്ണൻ്റെയും സാഗറിൻ്റെയും ഒക്കെ മുന്നിൽ പല ശത്രുക്കളും പല രൂപത്തിൽ അവരെ തകർക്കാൻ നോക്കുന്നു. ഇത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും അവരുടെ നല്ല മനസ്സും ദൈവാധീനവും കൊണ്ട് മാത്രമാണ് കൺമണിയും കൃഷ്ണനും രക്ഷപ്പെട്ടു പോകുന്നത്. കൃഷ്ണനോട് എന്തോ ചോദിച്ച ബലരാമൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് കൃഷ്ണൻ അവിടെ നിന്നും പോകുമ്പോൾ ബലരാമന് ആകെ വിഷമാവുന്നുണ്ട്. ബലരാമൻ കൃഷ്ണനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനും താൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യം കൊടുക്കാനും ഒക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ്റെ കൈ പിടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കൈയെടുക്കുന്ന പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. ബലരാമൻ അത് കേൾക്കാതെ വരുമ്പോൾ കൈയെടുക്കുന്ന പറഞ്ഞെന്ന് പറയുകയാണ് ദേഷ്യത്തോടെ കൃഷ്ണ. ഇതേ സമയം ബലരാമൻ കൃഷ്ണനെ ആശ്വസിപ്പിച്ച് എൻ്റെ ജീവൻ പോയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ദേഹത്ത് മറ്റൊരാളുടെ കൈ പതിയൂ എന്നൊക്കെ പറയുന്നു. സുജാതയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയതിന് ശേഷം ഞാനിതിനെ മറുപടി അമ്മയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളൂ. കൺമണി എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കൃപ പറയുമ്പോൾ നമുക്കത് വിടാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി വിട്ടോ, ഞാൻ എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലൊരു തീരുമാനം എടുക്കുന്നുണ്ട് കൃപ. പിന്നീട് വീണ്ടും തങ്ങളുടെ വിവാഹം നിശ്ചയിച്ച സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കൃഷ്ണൻ കൺമണിയും. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്